താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ്. നമ്മുടെ പാവനമാകുന്ന സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ, അതാണ് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ കേരളം കേട്ട സുവിശേഷം വ്യാജ സുവിശേഷമായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ തേജസ്സുള്ള സുവിശേഷം വളരെ വിദഗ്ധമായി കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് സംഭവിച്ചത്. ആ അട്ടിമറിക്കപ്പെട്ട സുവിശേഷത്തിൻ്റെ യഥാർത്ഥ രൂപം, ആ തേജസ്സുള്ള സുവിശേഷം നമ്മൾ റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മറ്റൊരു വാല്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പാവനമാകുന്ന ഒരു പൊന്നീർച്ചാലായി ആ സുവിശേഷം ഒഴുകട്ടെ. പാവനമാം പൊന്നീർച്ചാൽ പോൽ വായ്കളിൽ കാതുകളിൽ ജീവൻ പ്രവഹിപ്പിച്ചിടും നിബിയന്മാരെ കേട്ടിടുവിൻ. പാവനമാം സുവിശേഷത്തിൻ സന്ദേശം കൈക്കൊള്ളുവോർക്കായി സംരക്ഷിതമാ നൽകതിരും ജീവനുന്നത രാജ്യമതും കാഹളതുല്യം ഘോഷിക്കും സ്നേഹന്മാരെ ശ്രദ്ധിപ്പിൻ. കാഹളതുല്യം നമ്മൾ ഈ സത്വർത്തമാനം ഘോഷിക്കേണ്ടവരാണ്. താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ വാച്ചിങ്. സമൺ സെൻഡ് മീ എ റിക്വസ്റ്റ് ടു ജോയിൻ, ബട്ട് ഇപ്പോൾ അത് കാണുന്നില്ല. താങ്ക് യു. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. എല്ലാവരും വീട്ടിലൊക്കെ എഴുതി വെക്കുന്ന വാക്യമാണ്. ഫോർ ഐ ന്യൂ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് നന്മയ്ക്കുള്ള നിരൂപണങ്ങളാകുന്നു, തിന്മയ്ക്കുള്ള നിരൂപണമല്ല, നന്മയ്ക്കുള്ള നിരൂപണം അത്രേ ആകുന്നു. യെരമ്യാ പ്രവചനം 29:11 നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ. നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്യൂച്ചർ പല രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഭാവി പറയുന്നവര്, ഭാവി പ്രവചിക്കുന്നവര്, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പഠനശാഖ തന്നെയുണ്ട്. ഭാവികാല വിജ്ഞാനീയം എന്നാണ് അറിയപ്പെടുന്നത്. അത് എസ്കറ്റോളജിക്കൽ സ്റ്റഡീസ്, എസ്കറ്റോളജി എന്നറിയപ്പെടും. അപ്പം അതിൽ പ്രത്യേകിച്ച് അത് ഈ പെന്തക്കോസ്തുകാരുടെയും ബ്രദറുകാരുടെയും ഇടയിൽ വളരെ പ്രബലമാണ് എസ്കറ്റോളജി. അത് വെളിപ്പാട് പുസ്തകം, ദാനിയേലിന്റെ പ്രവചനം എന്നീ 2 ബൈബിളിലെ പുസ്തകങ്ങളെ ആധാരമാക്കിയാണ് പഠനശാഖ പുരോഗമിക്കുന്നത്. യുക്തം പോലെയും തരം പോലെയും ബൈബിളിൽ നിന്ന് സ്ഥാനത്തു നിന്നും അസ്ഥാനത്തു നിന്നും വാക്യങ്ങൾ അവർ യഥേഷ്ടം പെറുക്കിയെടുത്ത് അതിൽ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരുടെയും ഭാവനയിൽ വിരിയുന്ന തരത്തിലുള്ള പഠനങ്ങൾ. വെളിപ്പാട് പുസ്തകത്തിന് മാത്രം 100 വ്യത്യസ്ത പഠനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ 100 പുസ്തകം ഉണ്ടെന്നല്ല,
100 ബ്രാഞ്ചസ് അല്ലെങ്കിൽ 100 രീതിയിലാണ് വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങൾ 100 തരത്തിലുണ്ട്. പൊതുവെ വെളിപ്പാട് പുസ്തക വ്യാഖ്യാന ശാഖയെ നമുക്ക് 4 തിരിക്കാം. 4 ശാഖകളുള്ളതിൽ 1 ഐഡിയലിസ്റ്റിക് വ്യൂ, 2 പ്രട്രിസ്റ്റിക് വ്യൂ, 3 ഹിസ്റ്റോറിക് വ്യൂ, 4 ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ. ഇങ്ങനെ 4 വ്യൂ ആണ്, 4 വീക്ഷണമാണ് വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ചുള്ളത്. ഈ 4 വ്യൂവിൽ പിന്നെ ഉപപിരിവുകളുണ്ട്. ആ ഉപപിരിവുകളിൽ പിന്നെ അതിന്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുമ്പം കൃത്യമായി പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ 100 പഠനങ്ങൾ ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ വായിച്ചിട്ടുണ്ട്. അപ്പം 100-ലധികം കണ്ടേക്കാം, എങ്കിലും മിനിമം 100 ഉണ്ട്. അപ്പൊ അത്രയും തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഈ ഉപദേശങ്ങളുടെ കാറ്റുകളാൽ ജനങ്ങൾ അലഞ്ഞ് ഉഴലുകയാണ്. അനേക ആളുകൾക്ക് ഭയമാണ്. ഇന്നലെ രാത്രി നമ്മൾ അർമഗദോൻ യുദ്ധത്തെ കുറിച്ച് കേൾക്കുകയായിരുന്നു. ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? അപ്പോൾ ഓതന്റിക് ചർച്ച് ഫ്യൂച്ചറിനെ കണ്ടത് എങ്ങനെയാണ്? ഫ്യൂച്ചർ ശുഭകരമായിരിക്കും എന്നാണ് സഭ വിശ്വസിക്കുന്നത്. അനേക ആളുകൾക്ക് ഓർത്തഡോക്സിയിൽ വെളിപ്പാട് പുസ്തകം എങ്ങനെ കാണുന്നു, ഭാവി കാലശാസ്ത്രം എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ച് ഒരു ഊഹമില്ല. വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് ആധികാരികമായ ഒരു വീക്ഷണമോ പഠനമോ അല്ലെങ്കിൽ ഒരു പഠന ചില പിതാക്കന്മാർ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു പൊതുവായ ഒരു പഠനം അങ്ങനെ ആധികാരികമായിട്ട് ഓർത്തഡോക്സിയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അനേക പിതാക്കന്മാർ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ സഭ മുൻപോട്ട് കാണുന്നത് ശുഭോദർക്കമായ ഒരു ഭാവിയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഫ്യൂച്ചറിനെ സംബന്ധിക്കുന്ന ഒരു പെസിമിസ്റ്റിക് വ്യൂ, പ്രത്യാശ നിർഭരമായ ഒരു ഭാവിയെക്കുറിച്ച് നിങ്ങൾ കാണുക. ഇന്നലെ നമ്മൾ കേട്ടു സംഭവിച്ചു തീർന്നു. വെളിപ്പാട് പുസ്തകത്തിലാണ് നമ്മളത് വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 19:30 യോഹന്നാന്റെ സുവിശേഷം 19:30 യേശു കർത്താവ് പറഞ്ഞു, സകലവും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, അത് അവസാനിച്ചിരിക്കുന്നു, അത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി നമ്മൾ അത് കേട്ടു. സംഭവിച്ചു തീർന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ 7-ാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. നമ്മളിവിടെ വായിക്കുന്നത് സ്പിരിച്വൽ തലത്തിൽ വലിയ ഒരു യുദ്ധം നടന്നതായിട്ടും കോടിക്കണക്കിന് ദൂതന്മാർ അവിടെ ഇറങ്ങി വന്നതായിട്ടും ഒക്കെ നമ്മൾ കേട്ടു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സംഭവിച്ചു തീർന്നു എന്ന് നമ്മളിവിടെ വായിക്കും. സംഭവിച്ചു തീർന്നു, യുദ്ധം, വാർ അവിടെ അവസാനിച്ചു. ആ യുദ്ധം അവിടെ അവസാനിച്ചു. ആഫ്റ്റർ ദ വാർ നൗ ഇറ്റ് ഈസ് പീസ്. പിന്നീട് സമാധാനമാണ്. യുദ്ധാനന്തരം സമാധാനമാണ്. അതുകൊണ്ടാണ് ഉത്ഥിതനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവരുടെ നടുവിൽ വന്ന് പറഞ്ഞു, ശ്ലോമോ, സമാധാനം. ഇനിയൊരു യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ഇനിയും മുമ്പിൽ കാണുന്നത് വീണ്ടും യുദ്ധമാണെങ്കിൽ ഒരിക്കലും ആ സമാധാനം ആശംസിക്കുകയില്ല. അതുകൊണ്ട് ഓർത്തഡോക്സ് കുർബാനയിൽ നിങ്ങൾ നിരന്തരമായി കേൾക്കുന്ന വാക്കാണത്, ശ്ലോമോ, സമാധാനം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്ലോമോ അലേഖേ, സ്ലോമോ. അപ്പം സ്ലോമോയാണ് സഭയ്ക്ക്, പരിശുദ്ധ സഭയ്ക്കും സ്ലോമോ, സ്ലോമോ, സ്ലോമോ നാഥൻ. അപ്പം യഥാർത്ഥ സഭയെ സംബന്ധിച്ച് ട്രൂ ഓർത്തഡോക്സിയിൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സെലിബ്രേഷൻ ഓഫ് ഹിസ് പീസ്. അവന്റെ സമാധാനത്തിന്റെ ആഘോഷമാണ്. സമാധാന ബലിയാണ്, സമാധാന ബലിയുടെ ആഘോഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ പറയുന്നത്, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. അപ്പം ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. അപ്പൊ പെർവേർട്ടഡ് മൈൻഡിൽ നിന്ന് ഫ്രം സൈറ്റൻ ഈ ഹെററ്റിക് ടീച്ചിങ് ഉണ്ടാകുന്നു.
ഹെററ്റിക് ടീച്ചിങ്. ആ ഹെററ്റിക് ടീച്ചിങ് ആണ് ഫ്യൂച്ചർ ഭയങ്കര പ്രയാസമുള്ളതായിരിക്കും. ഫ്യൂച്ചറിൽ നമ്മളെ കാത്തിരിക്കുന്ന ഭീകരതയുടെ ദിവസങ്ങളാണ്. വലിയ യുദ്ധങ്ങൾ, വലിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. ലോകം വലിയ നാശത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സൈറ്റാനിക് ഡോക്ട്രിൻസ് ആണ്. അത് വെളിപ്പാട് പുസ്തകത്തെ വികലമായി വ്യാഖ്യാനിച്ച് അവരുടേതായ രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നതാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ച് സഭയുടെ നാഥൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് സഭ അവലംബിക്കുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഈ വാറ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഞാൻ ഏകനായി യുദ്ധം ചെയ്തു, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. നൗ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതിനുശേഷം താൻ നൽകിയ സമാധാനം, സ്ലോമോ, സമാധാനമാണ്. അപ്പൊ സഭ മുൻപോട്ട് നോക്കുമ്പോൾ നിശ്ചയമായും സഭ പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിലൂടെയെല്ലാം കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രം സഭയുടെ ചരിത്രം തന്നെയാണ്. ലോക ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം വളരെ ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നാണ് മനുഷ്യ രാശി മുൻപോട്ട് വന്നത്. ഇപ്പോൾ ഈ മാനവികതയും പുരോഗതിയും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ അത് പറയാൻ പ്രാപ്തരാക്കിയത് ക്രിസ്ത്യാനിറ്റിയാണ്. അത് പറയാൻ അവരെ പ്രാപ്തരാക്കിയത് ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പൊ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത് സഭ സമാധാനത്തിലേക്കാണ് സഭയെ നയിക്കുന്നത്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം. നിങ്ങൾ കേട്ടിട്ടുള്ള പ്രവചനങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നാം പഠിക്കുന്നത്. കാരണം വി ആർ ലേണിംഗ് ദ ട്രൂത്ത്. യെശയ്യാ പ്രവചനം 60. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നിന്റെ മേൽ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ട് വരും. അവർ പ്രസാദമുള്ള യാഗപീഠമായി എന്റെ പീഠത്തിൽ വരും. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. I will glorify my glorified temple. We are talking about the glorious gospel. Glorious gospel പഠിക്കുമ്പോൾ നമ്മൾ ഗ്ലോറി ഓഫ് ഗോഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ്? അതാണ് തന്റെ സ്ലീഹന്മാർ പ്രഘോഷിച്ച ആ തേജസ്സുള്ള സുവിശേഷം. അപ്പൊ അതിവിടെ നമ്മൾ പഠിക്കുകയാണ്. വാട്ട് ഈസ് ഹിസ് ഗ്ലോറിയസ് ഗോസ്പൽ? അവന്റെ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ്? ഒരു സെക്കൻഡ്. ഓക്കെ, യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 7-ാം വാക്യം. I will glorify the house of my glory. I will glorify the house of my glory. അപ്പൊ എന്റെ മഹത്വത്തിന്റെ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. I will glorify the house of my glory. അപ്പൊ ഇതൊരു പ്രോഫസിയാണ്. അപ്പൊ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കാണ്, the ships of Tarshish will come first to bring your sons from afar, their silver and their gold with them, to the name of the Lord your God and to the Holy One of Israel, because he has glorified you. Because he has glorified you.
ആൻഡ് പിന്നെ നമ്മൾ വായിക്കുന്ന 13 വാക്യമാണ്, ദ ഗ്ലോറി ഓഫ് ലെബനോൺ ഷാൽ കം ടു യു, ദ സൈപ്രസ്, ദ പൈൻ ആൻഡ് ദ ബോക്സ് ട്രീ ടുഗദർ to beauty the place of my sanctuary, and I will make the place of my feet glorious. So this is glorious gospel. അപ്പോൾ നമ്മൾ ഈ സ്റ്റഡിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലോറിയസ് ഗോസ്പലാണ്. അപ്പോൾ യെശയ്യാ പ്രവചനം 60 അധ്യായം അവിടെ നിൽക്കട്ടെ. യെശയ്യാ പ്രവചനം 60 അധ്യായം അവിടെ നിൽക്കുകയാണ്. നമ്മൾ അതിലേക്ക് തിരിച്ചു വരും. അവിടെ നമ്മൾ ആ ഗ്ലോറി എന്താണ് എന്ന് വീണ്ടും വായിക്കാൻ വേണ്ടി നമ്മൾ മടങ്ങി വരുന്നതാണ്. അപ്പോൾ ഈ സമാധാനത്തിന്റെ, അപ്പോൾ യെരമ്യാ പ്രവചനം 29:11 നമ്മൾ വായിക്കുകയാണ്, മൈ പ്ലാൻ ദൈവത്തിന്റെ പദ്ധതി, മൈ പ്ലാൻ ഇസ് എ പ്ലാൻ ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഇപ്പൊ സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു പദ്ധതിയാണ്. അപ്പൊ ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ അസ്. God's plan is a plan of peace and prosperity. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പദ്ധതിയാണ് ദൈവത്തിന്റെ പദ്ധതി. ഇപ്പം നമ്മെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ ഭയങ്കര വലിയ കഷ്ടകാലം മുൻപിലുണ്ടെന്ന് ആണ് കേൾക്കുന്നത്. റോമാലേഖനം 16 അധ്യായം 20 വാക്യത്തിൽ സമാധാനത്തിന്റെ ദൈവമോ ദ ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവം. അപ്പൊ നമ്മൾ ഈ ലോക ചരിത്രം പഠിക്കുമ്പോൾ വളരെ ഇരുണ്ട ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് വന്നത്. വളരെ ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തെ ആളുകളുടെ ജീവിത നിലവാരം വളരെ മോശമായിരുന്നു, സാമൂഹിക നിലവാരം വളരെ മോശമായിരുന്നു, വളരെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. പിന്നീട് മധ്യകാലഘട്ടം വന്നു. മധ്യകാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ പലരും ആ കാര്യത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്. അല്ലെങ്കിൽ നിങ്ങൾ മിഡീവിയൽ ഹിസ്റ്ററി വായിക്കണം. മിഡീവിയൽ ഹിസ്റ്ററിയൊക്കെ യൂറോപ്പിന്റെ ഒക്കെയാണ് നല്ലപോലെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ മിഡീവിയൽ പീരീഡിൽ എന്ത് തന്നെ നടന്നെന്ന് രേഖ തന്നെ ഇല്ല. അപ്പൊ അത്രയും ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഈ മനുഷ്യവർഗം മുന്നോട്ട് വന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു 100 വർഷമായിട്ടാണ് മനുഷ്യകുലത്തിന് ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നത്. ആ പുരോഗതി തന്നെ ലോകത്തിന്റെ വെളിച്ചം ക്രിസ്ത്യാനിറ്റിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ശരിയായിട്ട് ചിന്തിക്കുക. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ലോകം അനുഭവിക്കുന്ന നന്മകൾ എന്തെല്ലാമാണോ അത് ഈ ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്നതാണ്. അപ്പൊ അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അവിടേക്ക് നമ്മൾ പോവാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അത് കഴിഞ്ഞ ഉടനെ യേശു പറയാണ്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. സോ യു ആർ എ സിറ്റി, നീ ഒരു പട്ടണമാണ്. ഇപ്പൊ നമ്മളോട് പറയാണ്, ഡിസൈപ്പിൾസിനോട് പറയാണ്, ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഒരു പട്ടണമാണ്. ആ പട്ടണം എങ്ങനെയാണ്? ലോകത്തിന്റെ വെളിച്ചം നൽകുന്ന ഒരു പട്ടണം. ദാറ്റ് ഈസ് ദ പ്രോഫസി. അതാണ് പ്രോഫസി. അപ്പൊ അത് നമ്മള് ഇവിടെ വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 14-ാം വാക്യം, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും, നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. യു ഷാൽ ബി കോൾഡ് ആസ് ദ സിറ്റി ഓഫ് ഗോഡ്. ചർച്ച് ഈസ് ദ സിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നഗരമാണ് സഭ. ആ ദൈവത്തിന്റെ നഗരമായ സഭ എങ്ങനെയായിരിക്കും? മലമേലിരിക്കും. അതൊരിക്കലും മറഞ്ഞിരിക്കത്തില്ല. മലമേലിരുന്നിട്ട് മുഴു ലോകത്തിനും പ്രകാശം നൽകും. അപ്പം മുഴു ലോകത്തിനും പ്രകാശം. അപ്പൊ അന്ധകാരപൂരിതമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് മനുഷ്യവർഗം ഇന്ന് ആർജിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വമാനവികത ഇന്ന് എത്തി നിൽക്കുന്ന പുരോഗതിയുടെ ആ നിലവാരത്തിലേക്ക് എത്തുന്നതിലെ
മുഴുവൻ കോൺട്രിബ്യൂഷനും സഭയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മുഴുവൻ കോൺട്രിബ്യൂഷനും. ദാറ്റ്സ് എ മിസ്റ്ററി. നമ്മൾ ഫ്യൂച്ചർ എന്താണെന്നാണ് പഠിക്കുന്നത്. വാട്ട് ഈസ് അഹെഡ് ഓഫ് us? ലോകത്തിന് വെളിച്ചത്തെ കൊടുത്തത് സഭയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമാക്കി നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്കൊരിക്കലും മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല. അപ്പൊ ഇന്ന് ലോകത്ത് കാണുന്ന പുരോഗതികൾ, വിദ്യാഭ്യാസപരമായ, ശാസ്ത്രീയമായ, സാമൂഹികമായ എല്ലാ തരത്തിലുള്ള പുരോഗതികളും സഭ എവിടെയെല്ലാം കൺട്രോൾ ചെയ്യപ്പെട്ടോ, അല്ലെങ്കിൽ സഭയാകുന്ന വെളിച്ചത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങൾ. എന്തിനാണ് ഈ വെളിച്ചം വരുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ വെളിച്ചത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു. വെളിച്ചം വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം, സമാധാനം, തിരിച്ചറിവ്, ധൈര്യം, ഇതെല്ലാം വെളിച്ചത്തിന്റെ ഫലമാണ്. ഇപ്പൊ സഭയാകുന്ന വെളിച്ചം വെസ്റ്റേൺ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, അല്ലെങ്കിൽ സഭയുടെ വെളിച്ചം എവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം ജനങ്ങൾ സ്വതന്ത്രരായിട്ടുണ്ട്, ജനങ്ങൾ സമാധാനം പ്രാപിച്ചിട്ടുണ്ട്, പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ സഭ റിസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. നിങ്ങൾ ശരിയായ രീതിയിൽ ചരിത്രം പഠിക്കുക. അവിടെയാണ് ഇപ്പോഴും ഇരുട്ടുള്ളത്. മനുഷ്യൻ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ മുൻപോട്ട് പോകുന്നത്, ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ മലമേൽ ഇരിക്കുന്ന ഒരു പട്ടണം ആയിരിക്കും. അപ്പൊ മലമേൽ ഇരിക്കുന്ന ഒരു പട്ടണമായി സഭ ലോകത്തിന്റെ അനുഗ്രഹമായി. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അതാണ് നമ്മൾ വായിച്ചത് യെശയ്യാ പ്രവചനത്തിൽ. നീ നീതിപുരമായിരിക്കും, യു ഷാൽ ബി കോൾഡ് ദ സിറ്റി ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ നഗരം എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ നഗരം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, അടുത്തൊരു വാക്യം വായിക്കുന്നത് കൊരിന്ത്യർ ലേഖനമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15-ാം അധ്യായം  ഞാനത് അവസാനം വായിക്കാം. ആ വാക്യം നമ്മൾ ചിന്തിച്ച് അവസാനം ചെല്ലുമ്പോഴാണ് ആ വാക്യം ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ മറ്റൊരു വാക്യം വായിക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹബക്കൂക്കിന്റെ പ്രവചനമാണ് വായിക്കുന്നത്. ഹബക്കൂക്കിന്റെ പ്രവചനം കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാക്യമാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 14. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. പതിനാലാമത്തെ വാക്യം, ഹബക്കൂക്ക് 2:14. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ദിസ് ഈസ് എ പ്രോഫസി അബൌട്ട് ദ ഫ്യൂച്ചർ. ഇതാണ് ഭാവിയെ സംബന്ധിക്കുന്ന പ്രവചനം. സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ നിറയും. യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ ഭൂമി നിറയും. ദാറ്റ്സ് എ പ്രോഫസി. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രോഫസി. അല്ലാതെ ഇവര് പറയുന്ന പോലെ നമ്മുടെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് നമ്മൾ പ്രോഫസികൾ കാണുന്നത്. സോ ഹബക്കൂക്ക് 2:14, ഫോർ ദ എർത്ത് വിൽ ബി ഫിൽഡ് വിത്ത് ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് as the waters cover the sea. But knowledge of the glory of the Lord. But glory of the Lord, ദൈവത്തിന്റെ മഹത്വം, it's a glorious knowledge. So this is glorious gospel. ദൈവത്തിന്റെ ആ ഗ്ലോറിയെ കുറിച്ചുള്ള ആ ജ്ഞാനം കൊണ്ട് ഭൂമി നിറയും. അതാണ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത്. അപ്പൊ അതിലേക്കാണ് നമ്മുടെ ലോകം പോകുന്നത്. ശാസ്ത്രീയമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും ലോകം പുരോഗതിയുടെ പാതയിലാണ്. നെഗറ്റീവ് റിപ്പോർട്ട്സ് ഉണ്ട്.
നമ്മളെ നിരാശപ്പെടുത്തുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ലോകം വളരെ മുന്നേറി കഴിഞ്ഞു. ഇനി മുമ്പിലോട്ട് പോകുമ്പോൾ വളരെ പ്രത്യാശയാണ് യഥാർത്ഥ സഭ കാണുന്നത്. കാരണം കർത്താവ് സമാധാനം ആശംസിച്ചിരിക്കുകയാണ്. ചർച്ച് ഇവിടെയുണ്ട്, സഭ ഇവിടെയുണ്ട്. ഇവിടെയുള്ള സഭ ദൈവത്തിന്റെ എംബസിയാണ്. ഭൂമിക്ക് വെളിച്ചമായിട്ട്, ലോകത്തിന് വെളിച്ചമായിട്ട്, ഭൂമിക്ക് ഉപ്പായിട്ട് ദൈവം സഭയെ ആക്കി വെച്ചിരിക്കുകയാണ്. സോ ഗോഡ്സ് ഏജൻസി അതിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്യൂച്ചറിനെ മനോഹരമാക്കുവാൻ. അതെന്താണ്? ഐ ന്യൂ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ഗുഡ്നെസ്. അതൊരു നന്മയുടെ പദ്ധതിയാണ്, അതൊരു അനുഗ്രഹത്തിന്റെ പദ്ധതിയാണ്, അത് സമാധാനം നൽകുന്ന പദ്ധതിയാണ്. ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. സങ്കീർത്തനങ്ങൾ 23 നമ്മൾ വായിക്കുകയാണ്. നിന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. 110 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കാം. അപ്പൊ ഈ ഭൂമിയിലെ ശത്രുത പൂർണ്ണമായി അവസാനിച്ച് ദൈവിക ജ്ഞാനം, അതായത് വിസ്ഡം ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജ്ഞാനത്തെ, ദൈവത്തിന്റെ മഹത്വത്തെ സംബന്ധിക്കുന്ന ജ്ഞാനം ഈ ഭൂമിയിൽ നിറയുന്നത് വരെ പുത്രൻ തമ്പുരാൻ എവിടെ ഇരിക്കും? പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കും. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം. അപ്പൊ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം. അതെങ്ങനെയാണ്? സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർത്തിയാകും. അപ്പൊ സമുദ്രത്തിൽ ജലം എത്രയാണ്? 2/3 ഭൂമിയുടെ 2/3 ജലമാണ്. അതുപോലെ മനുഷ്യവർഗത്തിലെ 2/3 പേർ ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരും. ഒറിജിനൽ ഡിസൈൻ ഏതാണ്? വാട്ട് ഈസ് ദ ഒറിജിനൽ ഡിസൈൻ ഓഫ് മാൻ? യഥാർത്ഥ മനുഷ്യരൂപം എന്താണെന്നുള്ളതിന്റെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് 2/3 ഓഫ് വേൾഡ് പോപ്പുലേഷൻ വരും. 2/3 ഓഫ് വേൾഡ് പോപ്പുലേഷൻ വരുമ്പോൾ ഹബക്കൂക്ക് 2:14 നിറവേറുകയാണ്. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയും. ഗ്ലോറി, the glory of God. So we preach glorious gospel. നമ്മൾ പ്രസംഗിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പെസിമിസ്റ്റിക് മെസ്സേജ്. ഇത് നിരാശപ്പെടുത്തുന്ന ഒരു സന്ദേശമല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. ഒരു വലിയ ഭീകരതയുടെയും ഭീതിയുടെയും വലിയ ഒരു യുദ്ധങ്ങളുടെയും അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പ്രസംഗിക്കുന്നതല്ല ഗ്ലോറിയസ് ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ഗ്ലോറിയസ് ഫ്യൂച്ചറിനെ കുറിച്ച് പ്രസംഗിക്കുന്നതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ദാറ്റ്സ് എ മെസ്സേജ് ഓഫ് ദ ബൈബിൾ. അതാണ് യേശു കർത്താവ് നമുക്ക് പഠിപ്പിച്ചത്. അതാണ് കർത്താവ് പറഞ്ഞത്, സകലവും നിവൃത്തിയായി, ഇനി എന്താണ്? സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ അതാണ് ഓർത്തഡോക്സി. ഓർത്തഡോക്സിയിൽ അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ ഗോർബച്ചോവിന്റെ നെറ്റിയിൽ പാടുണ്ടായിരുന്നെന്നും സദ്ദാം ഹുസൈന്റെ പുറത്ത് വെട്ടുകൊണ്ട പാടുണ്ടായിരുന്നെന്നും ഒബാമയുടെ കൈകാലുകളിൽ ശൽക്കങ്ങൾ, ചെതുമ്പലുകൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ അമേരിക്ക വന്നപ്പോൾ കേട്ടതാണ്. അന്ന് ഞാൻ പെന്തക്കോസ്ത് മതഭ്രാന്തിന്റെ ഉച്ച കോടിയിൽ നിൽക്കാൻ ഞാനും 2 സ്ഥലത്ത് പ്രസംഗിച്ചായിരുന്നു. ഞാനും പ്രസംഗിച്ചു ഒബാമയുടെ കയ്യിൽ ചെതുമ്പലുണ്ടെന്ന്. ഞാൻ കണ്ടുപോലുമില്ല. ആരാണ്ട് ഉപദേശിമാർ പറഞ്ഞു. ഞാൻ ഓർത്ത് നേരാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ കയ്യിൽ ചെതുമ്പലൊന്നുമില്ല. പിന്നെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അദ്ദേഹം അന്യഗ്രഹത്തിൽ നിന്ന് വന്നയാളാണ്. എന്തോ ഇവിടുത്തെ മാധ്യമങ്ങളിലുള്ള ഒബാമയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. അപ്പൊ ആർക്കും അറിയത്തില്ല. ഇത് ഹോണോലുരുവിൽ വഴി കടന്ന് കിട്ടിയതാണ്. ഈ കുഞ്ഞ് ഇത് പറക്കുന്നതിൽ നിന്ന് താഴെ വീണാണ്. ഇവൻ തന്നെയാണ് എതിർ ക്രിസ്തു. എന്ത് കോടികളാണ് ഉണ്ടാക്കിയെന്നറിയോ? അപ്പൊ ഈ തരത്തിലുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു ഓർത്തഡോക്സ് പുൾപിറ്റിൽ നിന്ന് കേൾക്കത്തില്ല. കാരണം ഓർത്തഡോക്സിയിൽ നമ്മൾ ഫ്യൂച്ചറിനെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഫ്യൂച്ചറിനെ കാണുന്നത്. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട്. ഗ്ലോറി. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് എന്നെ കേൾക്കുന്ന ഒന്ന് പറയണം, ഗ്ലോറിയസ് ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പൽ നമ്മൾ പറയുന്നത് തേജസ്സുള്ള സുവിശേഷമാണ്, മഹത്വമേറിയ സുവിശേഷം. സോ ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ തേജസ്സുള്ള സുവിശേഷമാണ് നമ്മൾ പറയുന്നത്. ഗ്ലോറി, ഇറ്റ്സ് അബൌട്ട് ഗ്ലോറി. ഗ്ലോറിയസ് ഗോസ്പൽ. ഞാൻ സാധാരണ നമ്മുടെ ലൈവില് ഇങ്ങനെ ഈ
വാക്യങ്ങൾ വായിക്കുന്ന പരിപാടി കുറവായതുകൊണ്ട് ചെറിയ തടസ്സം വരുന്നത് നിങ്ങൾ ക്ഷമിക്കുക. നമ്മുടെ ആളുണ്ടല്ലോ ശലോമൻ പറയുന്നത് നോക്കാം. ഇനി നമ്മള് പണ്ടത്തെ ഒരു സംഭവമാണ്, അതായത് ഈ ഒറ്റ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് വളരെ പരിചയമുള്ളതാണ്, കാരണം ഉപവാസ പ്രാർത്ഥനക്കൊക്കെ കേൾക്കുന്നതാണ്. 14-ാം അധ്യായം സംഖ്യാപുസ്തകം 14-18. കർത്താവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ. നിന്റെ മഹാദയക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്ന പോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ അരുളിച്ചത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എന്നാണേ ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കും, എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർ ആ ദേശത്ത് കിടക്കുകയില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇവിടെ കാണുകയാണ്. അപ്പൊ ദൈവം മോശയോട് വാഗ്ദാനം ചെയ്യുകയാണ്. മോശയോട് പറയുകയാണ്, ഞാൻ ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാണ്, ഞാൻ ദയ കാണിക്കുന്നവനാണ്, എന്റെ തേജസ് കൊണ്ട് ഭൂമി നിറയും. അപ്പൊ ഈ ഓൾഡ് ടെസ്റ്റമെന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ദൈവം ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിരിക്കുന്നത് തന്റെ ഗ്ലോറിയെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ ഞാനത് വിശദമായിട്ട് നിങ്ങൾ പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം ഇത് രണ്ടും വായിക്കുക. അവിടെ നിങ്ങൾക്ക് ഗ്ലോറി ഓഫ് ഗോഡിനെ കുറിച്ച് ദൈവം എത്രമാത്രം കൺസേൺഡ് ആണെന്നറിയാം. അപ്പൊ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് നിറയുന്നതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി. അപ്പൊ അതിനെക്കുറിച്ച് പൗലോസ് വെളിപ്പാടിൽ എഴുതുമ്പോൾ പറയുന്നുണ്ട്, കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്, ദ അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഗോഡ്. ദ അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഗോഡ് ഈസ് എ പ്ലാൻ ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. ദ അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഗോഡ് ഈസ് എ ഫയറി ഹെൽ എന്നാണ് ഇവിടെ പ്രീച്ച് ചെയ്യുന്നത്. അപ്പൊ അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഗോഡ് ഒരു ബേണിംഗ് ഹെൽ അല്ല. അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഗോഡ് ഈസ് എ പ്ലാൻ ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി, സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പദ്ധതി. സോ ഫോർ ഐ ന്യൂ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. എനിക്ക് എന്റെ മനസ്സിൽ അറിയാം, ഐ ഹാവ് എ പ്ലാൻ, ബട്ട് ദാറ്റ് പ്ലാൻ ഈസ് എ പ്ലാൻ ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ സാത്താന്റെ പദ്ധതിയാണ് നാശം. അപ്പൊ യേശു കർത്താവ് യോഹന്നാൻ 10:10 പറയുകയാണ്, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. സോ ആ യുദ്ധമാണ് ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച ആ യുദ്ധം കഴിഞ്ഞു. അപ്പൊ സകലതും നിവൃത്തിയായി. കുരിശിൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളെയും അധികാരങ്ങളെയും അവിടെ ആയുധവർഗം വെപ്പിച്ചു. ആ ജയോത്സവം കൊണ്ടാടിയ യേശു കർത്താവ് പറയുന്നു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. ആ യേശുവാണ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. സമ്മതിക്കില്ല, നമ്മൾ സമ്മതിക്കില്ല. യേശു അങ്ങനെ സമാധാനം എന്ന് പറഞ്ഞെന്നാലും നമ്മൾ സമാധാനം സമ്മതിക്കത്തില്ല. നമ്മൾ സമ്മതിക്കത്തില്ല. വെളിപ്പാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തില് മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. We read about a city. ആ സിറ്റി മുഴുവൻ പ്രകാശമാണ്. What is the source of that light? It is nothing but the glory of God. It's a glorious gospel. It's the glory of God. ദൈവത്തിന്റെ ആ ഗ്ലോറി കൊണ്ട് ആ സിറ്റി മുഴുവൻ പ്രകാശിക്കുകയാണ്.
ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് ആ സിറ്റി മുഴുവൻ പ്രകാശിക്കുകയാണ്. നമ്മളിൽ നിന്ന് ആ ലൈറ്റ് ഈ ലോകത്തിലേക്ക് പോകണം. അപ്പൊ യേശു കർത്താവ് മിനിസ്ട്രി തുടങ്ങുമ്പോൾ പറയാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാനാണ് ഈ ലോകത്തിന്റെ വെളിച്ചം. അത് കഴിഞ്ഞ് തന്റെ അനുയായികളോട് പറയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പൊ നമ്മൾ ഈ ആദ്യത്തേതാ പറയുന്നത്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ജീസസ് സേഡ്. അല്ലെ, നമ്മൾ ഈ മദിരയിലൊക്കെ കാണാം, യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹേ, യേശു അങ്ങനെയല്ല പറഞ്ഞു. യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ നമ്മൾ പറയേണ്ട ഗോസ്പൽ അതാണ്. യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുന്ന അല്ല ഗോസ്പൽ. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ നഗരം. എന്നിട്ട് പറയാം, മലമേൽ ശോഭിക്കുന്ന പട്ടണമാണ്. യു ആർ ദ സിറ്റി ഓഫ് ഗോഡ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അപ്പൊ യേശു പറയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ഗോഡ്, യു ആർ ദ സിറ്റി ഓഫ് ഗോഡ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നീയാണ് ലോകത്തിന്റെ വെളിച്ചം, നീയാണ് ദൈവത്തിന്റെ മന്ദിരം, നീയാണ് ദൈവത്തിന്റെ നഗരം, നീതിപുരം, സിയോൻ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ തേജസ് അത് പ്രകാശിപ്പിച്ചു. അടുത്തത്, അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. അതിന്റെ ഗേറ്റ്സ് ഒരിക്കലും അടയ്ക്കുകയില്ല. ദാറ്റ്സ് എ പീസ്. അതാണ് സമാധാനം. ഒരിക്കലും അടയ്ക്കാതെ തുറന്നു കിടക്കുന്ന ഗേറ്റുകളുള്ള ഒരു നഗരം. ഇറ്റ് വെൽക്കംസ് എവരിവൺ. ചർച്ച്, സഭ, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, സമാധാനത്തിന്റെ പ്രകാശം പകരുന്ന സഭ. അതാണ് നമ്മൾ കാണുന്നത് ഗ്ലോറി. ദാറ്റ്സ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പൊ അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അടുത്തൊരു വാക്യം വായിക്കുന്നത്, ഇപ്പൊ ഒത്തിരി ആളുകൾ നമ്മളെ ഇങ്ങനെ ഈ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത്. അല്ലെ, പണ്ട് നമ്മളൊക്കെ ഒരുമിച്ച് ഇരുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. നമ്മുടെ പഴയ ആളുകൾക്കൊക്കെ അറിയാം, നമ്മളിത് കേട്ടോണ്ടായിരുന്നു. ഏതെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ ഇൻബോക്സിൽ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു. ഇപ്പൊ അതല്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 33:18. അപ്പോൾ മോശ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കുമെന്ന് അരുളി ചെയ്തു. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എന്റെ കൈകൊണ്ട് മറയ്ക്കും. അപ്പം യഹോവ മോശ ഈ കൽപ്പലകയെല്ലാം പൊട്ടിച്ചിട്ട് പർവ്വതത്തിൽ ചെല്ലുകയാണ്. നിയമത്തിന്റെ കൽപ്പലകയെല്ലാം എറിഞ്ഞൊടിച്ചു. സെക്കൻഡ് ടൈം. അപ്പൊ യഹോവ പറയാ മോശയോട്, മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൽ മുകളിൽ എന്റെ സന്നിധിയിൽ വരിക. 2 കൽപ്പലക ചെത്തി മോശ വീണ്ടും യഹോവയുടെ സന്നിധിയിൽ ചെന്നു. കൽപ്പലക 2 കയ്യിലെടുത്തുകൊണ്ട് പോയി. അപ്പൊ യഹോവ അവനോട് പറയാണ്, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറകളെ സന്ദർശിക്കുന്നവൻ. എന്നാൽ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. അപ്പം ഇവിടെ ദൈവം മോശയോട് ഉടമ്പടി ചെയ്ത് ഇത് കൊടുക്കുകയാണ്. ഇത് കൊടുത്തിട്ട് താഴോട്ട് വരുമ്പം 29-ാം വാക്യത്തിൽ, അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക 2 കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നു കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലാൻ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെ അവന്റെ അടുക്കൽ മടങ്ങി വന്നു.
മോശ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ മുഖത്തൊരു മൂടുപടം ഇട്ടു. മോശ യഹോവയോട് സംസാരിക്കേണ്ട അവന്റെ സന്നിധി കിടക്കുമ്പോൾ പുറത്തു വരുവോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തു വന്ന് ഇസ്രായേൽ മക്കളോട് പറയും. ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവനോട് സംസാരിക്കേണ്ടതിനകത്ത് കിടക്കുവോളം മൂടുപടം പിന്നെയും തന്റെ മുഖത്ത് ഇട്ടുകൊള്ളു. അപ്പോ ഇസ്രായേൽ മക്കൾ നോക്കിയപ്പോൾ മോശയുടെ മുഖം തിളങ്ങുകയാണ്. ബിക്കോസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഗ്ലോറി. ദൈവത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്ലോറിയിൽ മോശയുടെ മുഖം തിളങ്ങുകയാണ്. മോശയുടെ മുഖം തിളങ്ങിയതുകൊണ്ട് മോശ ഒരു മൂടുപടം എടുത്ത് തന്റെ മുഖത്തെ മറച്ചു, ഇസ്രായേൽ മക്കൾ ആ തേജസ്സിനെ കാണാതിരിക്കാൻ. അപ്പൊ അതേക്കുറിച്ച് പൗലോസ് ശ്ലീഹ വിശദീകരിക്കുകയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം. കൽപ്പലകയിലല്ല ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ ഞങ്ങൾക്ക് പ്രാപ്തി കിട്ടിയിരിക്കുന്നു. മോശയ്ക്ക് എഴുതി കൊടുത്തത് കൽപ്പലകയിലാണ്, പക്ഷേ ഞങ്ങൾക്ക് ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നു. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല. അക്ഷരം മീൻസ് ദ ലെറ്റേഴ്സ് റിട്ടൺ ഓൺ ദ സ്റ്റോൺ ടാബ്ലറ്റ്സ്. അതല്ല ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്പിരിറ്റ്. അപ്പൊ ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ, ഈവൻ ദാറ്റ് ടെമ്പററി വൺ, ആ താൽക്കാലികമായത് നീങ്ങാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുന്നിടത്തിരുന്ന് നീങ്ങാൻ പോകുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കണം, കാരണം അതൊരു വളരെ കീ വേർഡാണ്. അപ്പൊ നീങ്ങാൻ പോകുന്നത് പോലും എന്തുണ്ടായിരുന്നു? തേജസ് ഉള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ ഹൗ മച്ച് മോർ ഗ്ലോറിയസ്, എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും. അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകും. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നു എങ്കിൽ, യൂസ് യുവർ ബ്രെയിൻ ദെയർ. കമ്പയർ ചെയ്യാണ്. നിങ്ങൾ ബൈബിൾ ഉള്ളവർ ഓപ്പൺ ചെയ്യുക. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 9-ാം വാക്യം. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നിടത്തിരുന്ന് പറയുക, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. ദാറ്റ് ഈസ് ദ ഓൾഡ് ടെസ്റ്റമെന്റ്. അപ്പൊ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. അടുത്ത് ആരെങ്കിലും ഇരിപ്പുണ്ട് ഒരു അടി കൊടുത്തു വെച്ച് പറഞ്ഞു, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. ആരല്ലല്ലോ കേട്ടോ. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ, മിനിസ്ട്രി. വാട്ട് എ മിനിസ്ട്രി. Ministry of his righteousness. That is not a ministry of condemnation. No more condemnation. No more condemnation. ഇനി ശിക്ഷാവിധിയില്ല. അതാണ് റോമാലേഖനത്തിൽ പൗലോസ് പൂരിപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ. ഇത് എത്ര പറഞ്ഞാലും പിന്നെ ഇവർക്ക് നരകത്തിൽ കുറെ പേരെ ഇട്ട് കത്തിച്ചെങ്കിലേ ശരിയാത്തു. ഇപ്പൊ റോമാലേഖനം 8-ാം അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ലോ ഓഫ് ലൈഫ് ആൻഡ് സ്പിരിറ്റ്. ലോ ഓഫ് ലൈഫ് ആൻഡ് സ്പിരിറ്റ്. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം. അത് എവിടുന്നാണ് എന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത്? ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ. ഇനി നിങ്ങൾ കേൾക്കുക, നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ സുവിശേഷം, ഇപ്പൊ ഞാൻ ദുരുപദേശകനാണ്, അവര് സതുപദേശകരാണ് എന്ന് പറഞ്ഞ ആ സതുപദേശകർ പ്രസംഗിക്കുന്നത് എന്താണ്? They preach the law of sin and death. But we preach glorious gospel and we preach the law of spirit and life. നമ്മൾ പ്രസംഗിക്കുന്നത് ആത്മാവിന്റെയും ജീവന്റെയും പ്രമാണമാണ്. The life and spirit. ആത്മാവിന്റെയും ജീവന്റെയും. കണ്ടോ?
നോ കണ്ടംനേഷൻ. അപ്പൊ ആത്മാവിന്റെയും ജീവന്റെയും പ്രമാണമാണോ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണോ? രണ്ട് പ്രമാണമാണ്. അത് മോശയുടെ പ്രമാണമായിരുന്നു, ന്യായപ്രമാണമായിരുന്നു, സ്ലോ. അപ്പൊ ഇവരിത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവര് ഇപ്പോഴും അതാണ് പറയുന്നത്. അത് ആർക്കാണ്? ഈ കണ്ണ് തുറക്കപ്പെട്ടവർക്ക് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതാണ് നമ്മൾ അവിടെ 3-ാം അധ്യായത്തിൽ വായിച്ചത്. വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോവാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ കൊണ്ട് മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴും ആ മൂടുപടം ഇന്നയോളം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നു. എന്നാൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, എങ്ങനെ കാണും? കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവിന്റെ ദാനമായി. ഏതാണ് അവന്റെ ഒറിജിനൽ ഡിസൈൻ? നമ്മുടെ ഒറിജിനൽ ഡിസൈൻ, ഒറിജിനൽ ബ്ലൂ പ്രിന്റ്, ഒറിജിനൽ DNA. We will see our original design in Christ Jesus. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ അവനെ കാണുമ്പോൾ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. ഗ്ലോറി അപ്പോൺ ഗ്ലോറി. We will receive glory upon glory, glory upon glory upon glory upon glory upon glory. നാം ആ ഗ്ലോറിയെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. This is glorious gospel. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് ദുരുപദേശം പെന്തക്കോസ്തുകാർക്ക്. ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ ആത്മാവെന്ന ദാനത്തെ സ്വീകരിച്ചുകൊണ്ട് നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് The shameful secrets. എന്താണ് ലജ്ജാകരമായ രഹസ്യങ്ങൾ? അത് ഇരുട്ടത്ത് ചെയ്യുന്നത്. അവർ ഇരുട്ടത്ത് ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. പൗലോസ് പറയാണ്, അവർ ഇരുട്ടത്ത് ചെയ്യുന്നു. They dwell in darkness. There is no light in them. There is no truth in them. അവരിൽ സത്യമില്ല, അവരിൽ വെളിച്ചമില്ല. They have no light. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ we have a gospel. ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ ദ ഗ്ലോറിയസ് ഗോസ്പൽ, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ അതാർക്കാണ് മറഞ്ഞിരിക്കുന്നത്? അത് നശിച്ചു പോകുന്നവർക്കാണ് മറഞ്ഞിരിക്കുന്നത്. നശിച്ചു പോകുന്നവർക്ക്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം മറഞ്ഞിരിക്കുന്നെങ്കിൽ the God of this age, and even if our gospel is veiled, it is veiled to those who are perishing. The God of this age has blinded the minds of unbelievers so that they cannot see the light of the gospel that displays the glory of Christ, who is the image of God. Yes, we are the true image. We are that true image. In him we can see our true image, our true design. നമ്മുടെ ഒറിജിനൽ ഡിസൈനെ നാം കാണുകയാണ്. ആ കാഴ്ചക്കാണ് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത്. But the God of this world has blinded the minds of unbelievers so that they cannot see the glory of this true gospel. The radiance of the glorious gospel of Jesus Christ, who is the image of God. അപ്പൊ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ ആ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അവരുടെ ഹൃദയങ്ങളിൽ ശോഭിക്കുന്നില്ല. നിങ്ങളിത് മനസ്സിൽ രജിസ്റ്റർ ചെയ്യണം.
യു ആർ ദ ലൈറ്റ് ഓഫ് ഗോഡ്. നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. ഈ സുവിശേഷം ഹൃദയങ്ങളിലാണ് എഴുതപ്പെടുന്നത്. ഈ സുവിശേഷത്തിന്റെ പ്രകാശനം ഹൃദയങ്ങളിലാണ് ശോഭിക്കുന്നത്. അപ്പൊ ഹൃദയങ്ങളിൽ ശോഭിക്കുന്നതാണ് ഈ ലോകത്തിന്റെ പ്രഭു തടയുന്നത്. നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ വായിച്ച ഭാഗമുണ്ട്, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്. ഇന്നലെ അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ നിന്ന്. പലർക്കും അതൊരു പുതിയ അറിവായിരുന്നതുകൊണ്ട് ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 27:52. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു, വിശുദ്ധ നഗരത്തിൽ ചെന്നു, പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുന്നതിന് ഭൂകമ്പം മുതലായി സംഭവിച്ച് കണ്ടിട്ട്. അപ്പൊ വാട്ട് ഹാപ്പൻഡ്? അപ്പൊ ഭൂകമ്പം ഉണ്ടായി, കല്ലറകൾ പിളർന്നു, പാറകൾ പിളർന്നു, ദൈവാലയ മന്ദിരത്തിന്റെ തിരശ്ശീല മേൽതൊട്ട് അടിവരെ ചീന്തിപ്പോയി. പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധ നഗരത്തിൽ പലർക്കും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങോട്ട് തിരിയുമ്പോൾ ഒരാളെ കാണുന്നു, ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒരാളെ കാണുന്നു. മരിച്ചുപോയ വിശുദ്ധന്മാർ എഴുന്നേറ്റ് പലയിടത്തും 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 പ്രത്യക്ഷപ്പെടും. അവിടെ ഇവിടെ എല്ലാം പ്രത്യക്ഷപ്പെടും. അതിനിടെ യേശു പ്രത്യക്ഷപ്പെടുന്നു. ശിഷ്യന്മാർ, നിങ്ങൾ ആ 40 ദിവസം, ഇറ്റ് ഹാപ്പൻ 40 days, 40 ദിവസം അവർ കണ്ടുകൊണ്ടിരുന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരെ. ആദിമ സഭ, ഹോ ഹോ, വാട്ട് എ പ്രിവിലേജ് ഇറ്റ് വാസ്. ആദിമ സഭ കണ്ടു. ആരെ കണ്ടു? ഉത്ഥിതനായ ക്രിസ്തുവിനെ മാത്രമല്ല, ഉത്ഥിതനായ പഴയ നിയമ വിശുദ്ധരെ അവർ കണ്ടു. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഓ, വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി. എവിടെ? വിശുദ്ധ പർവ്വതത്തിൽ. പത്രോസ്ലീഹ പറയാണ്, വി ഹാവ് സീൻ ദാറ്റ്, ഹിസ് ഗ്ലോറി. അവന്റെ ഗ്ലോറിയെ ഞങ്ങൾ കണ്ടു. അവന്റെ ഗ്ലോറിയെ ഞങ്ങൾ കണ്ടു. ആരോടുകൂടെ? മോശയെ കണ്ടു, ഏലിയാവിനെ കണ്ടു, ദാനിയേലിനെ കണ്ടു, ജോസഫിനെ കണ്ടു. ചിലർ പറഞ്ഞു, ഞാൻ ജോസഫിനെ കണ്ടു. വേറൊരാൾ പറഞ്ഞു, ഞാൻ ദാനിയേലിനെ കണ്ടു. സഭയിൽ ഒരുമിച്ച് കൂടുക സാക്ഷ്യമാണ്. ഇപ്പോ ഞാൻ എസ്തേറിനെ കണ്ടു, ഞാൻ എഹസ്കേലിനെ കണ്ടു, ഞാൻ ഹബക്കൂക്കിനെ കണ്ടു. ദാറ്റ് വാസ് ദെയർ ടെസ്റ്റ്. അതുകൊണ്ടാണ് അവർ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റാതെ കഴുത്ത് നീട്ടിക്കൊടുത്തു. മൃഗങ്ങൾ കിറിഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഭയപ്പെടാതിരുന്നത്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. എന്താണ് അവർ കണ്ടത്? ഹിസ് ഗ്ലോറി. ഹിസ് ഗ്ലോറി, അവന്റെ ആ തേജസ്സിനെ കണ്ടു. മേഘമുണ്ട്. എബ്രായ ലേഖനം 12:1 നമ്മൾ വായിക്കുന്നു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു മേഘം. ഓ, ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എവിടെയാണ്? 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ 40 ദിവസം ആ ക്രൈസ്തവ കൂട്ടായ്മയുടെ ഒപ്പം ആ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് നിൽക്കുക. ദിസ് ഈസ് ഓർത്തഡോക്സി. പെന്തക്കോസ്ത് ദുരുപദേശങ്ങളിൽ വീണുപോകരുത്. ദിസ് ഈസ് ട്രൂ ഓർത്തഡോക്സി. അവരത് കണ്ടു. അവരോട് കൂടെ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്. ആ മേഘം അവരുടെ കൂടെ യെരൂശലേം നഗരത്തിൽ നിൽക്കുകയാണ്. അവർ മുറിയടച്ച് ഒരിടത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് സമാധാനം. സോ നാച്ചുറൽ. പത്രോസിനെ കൊല്ലാൻ വേണ്ടി കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടിരിക്കുമ്പോ സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ടക് 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 കഥകെ മുട്ട് കേട്ടു. അപ്പൊ ഒരു വേലക്കാരത്തി പെണ്ണ് വിചാരിക്കുക, ഓ, മേ ബി ഇറ്റ് ഈസ് ആൻ ഏഞ്ചൽ. ഒരുപക്ഷെ അത് വല്ല ദൂതനുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദൂതനെയൊക്കെ കാണുന്നത് വെറും സാധാരണ സംഭവമായിരുന്നു. കാരണം അതിന് തൊട്ടു മുമ്പാണ് ഈ പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവൻ അതുവഴി ഇങ്ങനെ നടക്കായിരുന്നു, വഴിയെ മുഴുവൻ. ഇതെല്ലാം കണ്ട് പരിചയിച്ച സഭയെ സംബന്ധിച്ച് ഒരാൾ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു പറഞ്ഞാൽ അത്ഭുതമൊന്നുമല്ല. അവര് പെട്ടെന്ന് അത് രേഖപ്പെടുത്തി വെക്കേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് പരിശുദ്ധ മറിയം ദൂതന്മാരുടെ അകമ്പടിയോടെ സ്വർഗത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് അത്ഭുതമല്ല.
കാരണം അവർ കണ്ടു 1000 വിശുദ്ധന്മാരോട് ചേർന്ന് ഒരു മേഘം എന്ന പോലെ ആ വിശുദ്ധന്മാരുടെ അകമ്പടിയോടെ കർത്താവ് കയറിപ്പോകുന്നതും ആ മേഘം കർത്താവിനെ മറച്ചിട്ട് കർത്താവ് അവരുടെ കാഴ്ചയ്ക്ക് മറയുന്നത് കണ്ടു. കാരണം അവർ നോക്കിക്കൊണ്ടിരുന്ന കർത്താവിനെയാണ്. അവർക്ക് ആ സമയത്ത് യോസഫിനെയോ ദാനിയേലിനെയോ യഹസ്കേലിനെയോ യെരമ്യാവിനെയോ ഒന്നും കാണണ്ട. എല്ലാ കണ്ണുകളും അവനെ നോക്കും. കാരണം അവൻ 10,000-ങ്ങളിൽ പരമസുന്ദരൻ, സകല ജനതകളുടെയും സൗന്ദര്യ പൂർണ്ണതയായിരിക്കുന്ന കർത്താവിനെ അവർ നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവരെല്ലാ കണ്ണുകളും 500 പേര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധന്മാരെല്ലാം പോകുന്നുണ്ട്. ഗ്ലോറിയസ് അസെന്റ്, ഗ്ലോറിയസ് അസെന്റ്. നമ്മൾ ഗൾഫിൽ വന്നൊരു ഉപദേശി പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ ഒറ്റയ്ക്കാണോ പോകുന്നേ യാത്രയേക്കാൻ? ഒരു രാഷ്ട്രത്തലവൻ വന്നിട്ട് ഒരു രാജ്യം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഒറ്റയ്ക്കാണോ പോകുന്നത്? 100 കണക്കിന് ആളുകളുടെ അകമ്പടിയോടെയാണ്. നമ്മുടെ കർത്താവ് യൂണിവേഴ്സിനെ മുഴുവൻ വീണ്ടെടുക്കുന്ന ഒരു മിഷൻ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് ഒറ്റയ്ക്ക് പോയെന്നാണ്. അതാണ് മണ്ടന്മാർ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നത്. കാരണം ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? They don't know what was that cloud. But we know. We, the people of orthodoxy, we know that's a cloud of witnesses. സാക്ഷികളുടെ വലിയ മേഘം. പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. അവർ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്. ഇന്നിപ്പോ നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. ക്ലൗഡ് നമ്മുടെ ഫോട്ടോയും വീഡിയോയും എല്ലാം ക്ലൗഡിലാണ്. നമ്മുടെ ഡാറ്റ എല്ലാം ക്ലൗഡിലാണ്. സോ വി ഹാവ് ആക്സസ് ഫ്രം എവരിവെയർ എനിവെയർ. പണ്ടൊക്കെ വീട്ടിൽ നിന്നൊരു ഫയൽ, വീട്ടിലെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഡൗണിൽ നിൽക്കുമ്പോൾ ഫയൽ വേണമെങ്കിൽ പിന്നെ ഡ്രൈവ് ചെയ്ത് വിടാതെ. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ എല്ലാം ക്ലൗഡിലാണ്. നമ്മളിപ്പോ ഇവിടെ ഏത് സ്റ്റേറ്റിൽ, ഇപ്പൊ ലോകത്ത് ഏത് കോണിലും ക്ലൗഡിലാണ് സാധനം ഇരിക്കുന്നത്. ക്ലൗഡിൽ നിന്നിട്ട് എടുക്കാം. ഉണ്ടോ? ഇതിലൊന്നും ഒട്ടും സ്റ്റോറേജ് ഇല്ല. കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഇല്ല, ഐപാഡൊന്നും സ്റ്റോറേജിന്റെ ആവശ്യമില്ല. കാരണം എല്ലാം ക്ലൗഡിലുണ്ട്. ഇതിപ്പോ ആപ്പിളിന്റെ ഐപാഡാണ്. ഇപ്പൊ ഇതില് ഡേറ്റ സ്റ്റോറേജ് വളരെ കുറവാണ്. അപ്പൊ ആപ്പിളിനോട് ചോദിക്കും, ആപ്പിൾ ചോദിക്കും നിനക്ക് എന്തിനാ ഡേറ്റ സ്റ്റോറേജ്? അവര് ഫ്രീ ആയിട്ട് തന്നിരിക്കുക, എന്തുമാത്രം വേണം, നീ ക്ലൗഡിലിട്ടോ. ക്ലൗഡിലാണ് സാധനം. ക്ലൗഡിൽ. ആപ്പിളിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വിശുദ്ധന്മാർ, നീതിമാന്മാരായ സിദ്ധന്മാരുടെ ആത്മാക്കൾ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അനേക പ്രാവശ്യം വായിച്ച വാക്യങ്ങളാ. പിന്നെയും അത് വായിക്കുന്നതിൽ എനിക്ക് ഒരു മടുപ്പുമില്ല. എബ്രായ ലേഖനം 12. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ച് ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാൻ ഞാൻ അത്യന്തം പേടിച്ചു വരയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ നിയമം മോശയ്ക്ക് കിട്ടിയ. ഈ നിയമത്തിങ്കൽ ചെന്ന മോശയാണ് തിളങ്ങുന്ന മുഖവുമായിട്ട്. ഇറ്റ് വാസ് ഗ്ലോറിയസ്. But the latter one, നമ്മുടെ ഏതാണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമായിരുന്നിട്ട് പോലും മോശയുടെ ത്വക്ക് പ്രകാശിച്ചെങ്കിൽ this one, the Noven Testament, ഇതേതാണ്? ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണമാണ്. The law of life and spirit. How much more glorious. എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. അവിടെ നമ്മൾ കാണുന്ന ആരെയാണ്? സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ദ ഗ്ലോറി, ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. അതിന്റെ അടുക്കൽ എത്രയും നമ്മൾ വന്നിരിക്കുന്നത്. ദാറ്റ്സ് ദ ഗ്ലോറി.
ദാറ്റ്സ് എ സീക്രട്ട്. ആ ഗ്ലോറിയുടെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എബ്രായ ലേഖനം 12:27. എബ്രായ ലേഖനം 12:27. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. രണ്ട് കാര്യങ്ങൾ, 2 things. ഏതാണ് 2 കാര്യങ്ങൾ? ഇളക്കമുള്ളതും ഇളക്കമില്ലാത്തതും. മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ. ഇളക്കമുള്ളത്, ഇളക്കമില്ലാത്തത്. ഏതാണ് ഇളക്കമില്ലാത്തത്? അടിസ്ഥാനമുള്ളത്, പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ബറിയോനെ ശീമോനെ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. The gates of Hades shall not prevail against it. It cannot. ഉറപ്പുള്ളതായിരിക്കും. ബുദ്ധിയുള്ള മനുഷ്യൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിയും. ആരാണ് ആ ബുദ്ധിയുള്ള മനുഷ്യൻ? None other than our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു അല്ലാതെ വേറെ ആരുമല്ല. He is that wise person. അവനാണ് ആ വീട് പണിതത് പാറമേൽ അടിസ്ഥാനമിട്ട്. ബറിയോനെ ശീമോനെ, നീ ഭാഗ്യവാൻ. I will build my church. It is the house of the Lord. It is the city of the Lord. It is the temple of God. It is the glory of God. അതിന് ഇളക്കമില്ല. ആകയാൽ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ഹെരസി. ഹെരസി ആരാണ്? ഇവര് പറയുന്നത് കർത്താവ് വന്നിട്ട് സഭയെ ഇവിടുന്ന് ഇളക്കിക്കൊണ്ട് പോകും. അപ്പൊ പെപ്പരെന്ന് വെക്കുമ്പോ സഭ ഇവിടുന്ന് പൊങ്ങിപ്പോവേ എന്ന് പറഞ്ഞ് ഇളകിപ്പോ. നോ 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 വേ. കാറ്റ് എന്താ വീശുന്നു, വീശുമ്പോ പറന്നു പോകുന്ന ഏതാ? പതിരാണോ നല്ല ധാന്യമണിയാണോ? സഭ പറന്നു പോകത്തില്ല. It has foundation. We are that city of God. With city of God. ഏത് സിറ്റിയാണെന്നറിയാമോ? എബ്രായ ലേഖനം അവിടെ പറയാണ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തൊട്ടുപുറയിൽ പറഞ്ഞിരിക്കുകയാണ്, അബ്രഹാം വാഗ്ദാനത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദാറ്റ് ഈസ് ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവം I will build my church. ദൈവം ശില്പിയായി അടിസ്ഥാനങ്ങളുള്ള നഗരം, ഇളകാത്ത നഗരം, ഇളകിപ്പോകാത്ത നഗരം. അപ്പോ ദൈവരാജ്യം, the kingdom of God, it won't be shaken. ഇളകത്തില്ല. അത് ഇളകത്തില്ല, മറ്റേത് ഇളകും. അപ്പൊ ഇളകുന്നത് ഇളകി മാറുകയാണ്, ഇളക്കമില്ലാത്തത്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് സേവ ചെയ്യുക. അപ്പൊ നമ്മൾ ഏത് രാജ്യത്താണ് നിൽക്കുന്നത്? The unshakable kingdom of God, the unshakable house, immovable city.
ഉറപ്പുള്ള ഗോപുരമുള്ള നഗരം, ഒരിക്കലും ഇളകിപ്പോകാത്ത നഗരം. വാട്ട് എ പ്രിവിലേജ്. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പലിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇളകിപ്പോകുന്നില്ല. നമ്മൾ എടുക്കപ്പെടും. നമ്മൾ പൊങ്ങിപ്പോകുന്നാ പറയുന്നത്. നമ്മളല്ല, അവര് പൊങ്ങിപ്പോട്ടെ. 1 തെസ്സലോനിക്കർ 4:13 സഹോദരന്മാരെ, നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. നമ്മുടെ ശരീരപരമായി വാങ്ങിപ്പോയവരുണ്ട്, അവരെ കുറിച്ച് നിങ്ങൾ അറിയണം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. ആര് ഇതുവെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? 1 തെസ്സലോനിക്കർ 4:14 യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. God will bring them. Oh, glory. Amen. God will bring them. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ, മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു. നയവാന്മാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടി തങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടും. God will bring them. God will bring them. ക്രിസ്തുവിനോട് കൂടെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞാൻ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവിന്റെയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അതോ നമ്മൾ കയറിപ്പോകുമോ? റീഡ് ചെയ്യുക. 1 തെസ്സലോനിക്കർ 4 കർത്താവ് ഇറങ്ങി വരും, അതോ നമ്മൾ കയറി പോകുമോ? കർത്താവ് ഇറങ്ങി വരും. ആമേൻ, ആമേൻ. കർത്താവ് ഇറങ്ങി വരും. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കർത്താവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അല്ലേ? അതിനും പറഞ്ഞുകൊണ്ട് എന്നാ, അങ്ങയുടെ രാജ്യം വരണമേ. Thy kingdom come. അങ്ങയുടെ രാജ്യം വരണമേ, അതോ നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് പോകണമേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും കണക്കാ, പ്രാർത്ഥിക്കാൻ പഠിച്ചതും കണക്കാ, പ്രാർത്ഥിക്കുന്നതും കണക്കാ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഈ ദുരുപദേശങ്ങൾ കയറി വരാതിരിക്കാൻ. പക്ഷെ ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് തന്നെ ഇത് ബോധമില്ലാതെ പോവാ. മറ്റവരിത് പറയുന്നത് അവർ ഈ പ്രാർത്ഥന ചൊല്ലുന്നില്ല. അതുകൊണ്ടാണ് അവർ വശീകരിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു പോയത്. They never recite this prayer. It's a glorious prayer. മഹത്വപൂർണമായ പ്രാർത്ഥന. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെട്ടത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ ഇടക്കാരെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാവങ്ങളും. ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ലോർഡ്സ് പ്രയർ. ആ പ്രാർത്ഥന ഇറ്റ്സ് എ ഗ്ലോറിയസ് പ്രയർ. They never recite that prayer. അതുകൊണ്ടാണ് അവർ വീണു പോണത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം പൊങ്ങിപ്പോകുന്ന പറയുമ്പോൾ അവര് വിശ്വസിക്കുന്നത്. പക്ഷെ ഈ പ്രാർത്ഥന ചൊല്ലുന്ന സുറിയാനിക്കാരൻ എന്തിനു വീണു പോണം? നിന്റെ രാജ്യം വരണമേ. എവിടെയാണ്? നമ്മൾ ഇളകാത്ത രാജ്യത്ത് നമ്മൾ നിൽക്കുകയാണ്. ഇത് ഇളകത്തില്ല. ഈ ഭൂമിക്ക് നാശമല്ല, മഹത്വമാണ്, ശുഭകരമായ ഭാവി. The plan of God is a plan of peace and prosperity.
നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. എവിടെ എടുക്കപ്പെടും? നിങ്ങൾ എന്നെ നോക്കാതെ നിങ്ങളുടെ ബൈബിളിൽ നോക്കുക. എവിടെ എടുക്കപ്പെടും? മേഘങ്ങളിൽ. നിങ്ങൾക്കറിയാം ഇപ്പൊ മേഘം എന്നാണ് ഇല്ലേ? മേഘങ്ങളിൽ ആരായിരിക്കുന്നേ? സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. ആ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് ആദ്യം എന്ത് കിട്ടും? They will receive their bodies. They are spirits. അവർ ആത്മാക്കളാണ്. ആ ആത്മാക്കൾക്ക് എന്ത് കിട്ടുകയാണ്? ശരീരം കിട്ടുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ പുതിയ ഉടുപ്പും പുതിയ കൊടയും പുതിയ ബാഗും പിള്ളേർക്ക് കിട്ടുന്ന പോലെ ഈ ക്ലൗഡ്സിൽ ഇരിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാർക്കും അവരെന്ത് ചെയ്യാണ്? അവരുടെ ബോഡീസ് തിരിച്ചു കിട്ടാണ്. അവർ പാന്റ് ഷർട്ടും വലിച്ചിടുന്ന പോലെ ധൃതിയിൽ അവർ ബോഡി ധരിക്കുകയാണ്. ശരീരസ്ഥരാകുകയാണ്. അവർ ശരീരസ്ഥരാകുന്ന ആ ക്ലൗഡിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. എങ്ങനെയാണ്? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അറിയട്ടെ. We will receive the glorified bodies and we will join with them. അതൊരു മഹാസമ്മേളനം. നാം അവരോട് ജോയിൻ ചെയ്യാനാണ് ഈ മേഘത്തിലേക്ക് പോകുന്നത്. അല്ലാതെ നമ്മൾ മുകളിലോട്ട് പോകാൻ. കോട്ടപ്പ് എന്ന് പറഞ്ഞാൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുക. അവിടെയാണ് ദ ഗ്ലോറിയസ് റിട്ടേൺ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവിടെയാണ് കർത്താവിന്റെ മഹത്വം തിരിച്ചു വരും. അല്ല, എടുക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എടുക്കപ്പെട്ടു പോയി എന്ന് നമ്മൾ വിചാരിക്കരുത്. എടുക്കപ്പെട്ടു പോകും എന്ന് കരുതരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഒരു മനുഷ്യനെ അറിയുന്നുണ്ട്, അവൻ ഇങ്ങനെ 14 ആണ്ട് മുമ്പ് എടുക്കപ്പെട്ടു. പ്രശംസിക്കുന്നില്ല. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെ വെളിപ്പാടുകളെ കുറിച്ച് പറയാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 2 കൊരിന്ത്യർ 12 അധ്യായം 2 വാക്യം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ എടുക്കപ്പെട്ടു, എടുക്കപ്പെട്ടു. അതേ വാക്കാണ് പൗലോസ് എടുക്കപ്പെട്ട ആളാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ ഈ എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കും. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ്സ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നമ്മൾ കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. സോ ഫ്യൂച്ചർ will be the fulfillment of the plan of God. The plan is of peace and prosperity. സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയുമായ ദൈവിക പ്ലാൻ നിറവേറുന്ന ഭാവിയിലേക്ക് നോക്കിയാണ് സഭ സഞ്ചരിക്കുന്നത്. സഭ രക്തരൂഷിതമായ ഭൂതകാലത്തിലൂടെ കടന്നുപോയി. പീഡനങ്ങളിലൂടെയും തകർച്ചകളുടെയും അന്ധകാരത്തിലൂടെയും കടന്നുപോയി. ഈ ലോകത്തിന്റെ വെളിച്ചമായി സഭയെ ദൈവം വെച്ചു, യേശു കർത്താവ് വെച്ചു. വിദ്യാഭ്യാസം കൊണ്ടും ആതുര ശുശ്രൂഷ കൊണ്ടും സാമൂഹിക ബോധവൽക്കരണം കൊണ്ടും പലതരത്തിലുള്ള ഉദവി പ്രവൃത്തികൾ കൊണ്ടും ഈ ലോകത്തിന്റെ അന്ധകാരത്തെ ഒരു പരിധിവരെ ദൂരീകരിക്കുവാൻ സഭ പ്രവർത്തിച്ചു. ഇപ്പോഴും സഭ തന്റെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഭാവി പ്രത്യാശയുടേതാണ്, സന്തോഷത്തിൻ്റെതാണ്, ഐശ്വര്യത്തിൻ്റെതാണ്, സമാധാനത്തിൻ്റെതാണ്. ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. സഭയായിട്ട് നിൽക്കുന്ന ഓരോരുത്തരും നിരാശകളെ വെടിയുക. ക്രൈസ്റ്റ് വിൽ അപ്പിയർ ഇൻ ഹിസ് ഗ്ലോറി. ക്രൈസ്റ്റ് വിൽ റിട്ടേൺ ഇൻ ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വത്തിൽ അവൻ വെളിപ്പെടും. ആ വെളിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, യു ആർ ദ സിറ്റി ഓഫ് ഗോഡ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അപ്പൊ ആ ദൈവത്തിന്റെ ഭവനമായി, ദൈവത്തിന്റെ ആലയമായി, ദൈവത്തിന്റെ നഗരമായി, ആ വെളിച്ചമായി, അത് വെളിച്ചത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വെളിച്ചത്തിന്റെ മക്കളായി, ആ ഗ്ലോറിയെ പ്രദാനം ചെയ്യുന്നവരായി. എവിടെയാണ് ആ ഗ്ലോറിയ വന്നിരിക്കുന്നത്? അത് നമ്മൾ കൊരിന്ത്യലേഖനം വായിച്ച് ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നു. അതിന് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നത്, കൊലാസി ലേഖനം 1-ാം അധ്യായം അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം, കൊലാസ്യർ 1:11,
പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ദ ക്രൈസ്റ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അപ്പൊ ആ ഗ്ലോറിയെ കുറിച്ചുള്ള ഹോപ്പാണ് ക്രൈസ്റ്റ്. ഷുവർലി ദാറ്റ് ഗ്ലോറി വിൽ അപ്പിയർ. ദാറ്റ് ഗ്ലോറി വിൽ എൻകംപാസ് ദ ഹോൾ എർത്ത്. മുഴുവൻ ലോകത്തെയും ആ ഗ്ലോറി മുഴുവൻ ലോകത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്ലോറിയായിട്ട് അത് വരുന്നു. ദാറ്റ്സ് ദ ന്യൂസ്. അതാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് കൊലാസർ 1:26 പറയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന് മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആ ഗ്ലോറി എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഒരു കൽപ്പലകയിലല്ല, നോട്ട് ഓൺ സ്റ്റോൺ ടാബ്ലറ്റ്സ്, നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് ഗ്ലോറി എവിടെയായിരുന്നു? മോശയുടെ ത്വക്കിലായിരുന്നു, മുഖത്തിന്റെ ത്വക്ക്. In New Testament, it is not on the skin of our face, but in our heart. നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. The God of this world has blinded the minds of our hearts. നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഈ ലോകത്തിന്റെ പ്രഭു അടയ്ക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ്? The radiance of the glorious gospel might not shine upon your hearts. അതുകൊണ്ട് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഈ സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയാണ്. സോ ലെറ്റ് us pray for that. സോ അവന്റെ ആ ഗ്ലോറിയോടുകൂടെ, മഹിമയോടുകൂടെ, മഹത്വത്തോടുകൂടെ അവൻ വരും. ഫ്യൂച്ചർ അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഫ്യൂച്ചറാണ്. ആ ഫ്യൂച്ചറിലേക്കാണ് സഭ യാത്ര ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഈ ഹൊറർ സ്റ്റോറീസും സസ്പെൻസ് ത്രില്ലറോ അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അതെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളിക്കളയുക. ദാറ്റ് ഈസ് നോട്ട് ട്രൂ ഡോക്ട്രിൻ. ദാറ്റ് ഈസ് ഹെററ്റിക് പ്രീച്ചിങ്, ഹെററ്റിക് ആൻഡ് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, നിർമ്മിത കഥകൾ എന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാറ്റഗറിയിലുള്ളതാണ് ഇവിടുത്തെ പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്ന സുവിശേഷം. അത് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞു കളയുക. ദാറ്റ് ഈസ് നോട്ട് ഓർത്തഡോക്സി. ദാറ്റ് ഈസ് നോട്ട് ദ മെസ്സേജ് ഓഫ് ട്രൂ ചർച്ച്. നമ്മൾ ആ മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് സഭ പാടുന്നത്, നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. ആ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. ഞാൻ ഇത്രയും സംസാരിച്ചത്, ഇന്നലെ എന്നോട് ചെങ്ങന്നൂരിൽ നിന്ന് ഒരു ഓർത്തഡോക്സ് സഭാംഗം പറഞ്ഞു, ഓർത്തഡോക്സ് സഭ ശരിയല്ല, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നില്ല, കർത്താവിന്റെ വരവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, കർത്താവിന്റെ വരവിനായി സഭ ഒരുക്കുന്നില്ല, കർത്താവിന്റെ വരവിനെ കുറിച്ച് വാണിംഗ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് സഭ ശരിയല്ല. he is about to jump into Pentecostal heretic group. അതിലേക്ക് ചാടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞാടാണ്. സോ അദ്ദേഹത്തെ ഉപദേശിക്കാനല്ല. സോ അങ്ങനെ എനിക്ക് മെസ്സേജ് വന്നതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.